അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹ്റൈനിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ നോമ്പാണ്. റജബ് 27 വെള്ളിയാഴ്ച ദിവസമാണ്. ഈ കാണുന്നത് തലേ ദിവസം അത്താഴത്തിന് കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ചവലും പഴമാണ്. നിർഭാഗ്യവശാൽ കഴിക്കാൻ കഴിഞ്ഞില്ല, കാരണം എല്ലാവരും ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് എഴുന്നേൽക്കുന്നത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ 11:30 ജുമാ തുടങ്ങുന്നതുകൊണ്ട് മറ്റുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ടാണ് ഷൂവും ഷോക്സ് ഒക്കെ ഇട്ട് പോകാൻ തീരുമാനിച്ചത്. തണുപ്പായതുകൊണ്ട് തന്നെ ബോസിന്റെ വണ്ടിന്റെ എഞ്ചിൻ ഒന്ന് ചൂടാക്കിടാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ ഇറങ്ങി വന്നത്. വേഗം പള്ളിയിലേക്ക് വിട്ടു. അപ്പോഴേക്കും പള്ളി ഏറെക്കുറെ പൂർണ്ണമായിട്ട് ആളുകളായിരുന്നു. ഞാൻ നിൽക്കുന്ന ഏരിയയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഞങ്ങളൊന്ന് ജുമാക്ക് പോയ ഈ പള്ളി. ജുമാ കഴിഞ്ഞ ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം തണുപ്പിന് കുറച്ച് കുറവുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നപ്പം റൂംമേറ്റ് ആയിട്ടുള്ള ഹസനും കൂടി. കാറിലേക്ക് കയറിയപ്പം ബാക്കിയുള്ള രണ്ടാളും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ന് നോമ്പായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഫുഡ് കഴിക്കാനൊന്നും പോകാനില്ലല്ലോ. ജുമായും കഴിഞ്ഞ് 3 മണിക്കൂർ റെസ്റ്റ് എടുത്ത് 4 മണിക്ക് കൃത്യം ഷോപ്പ് തുറക്കണം. റൂമിൽ നിന്ന് റോട്ടുമൊക്കെ ഇറങ്ങിയപ്പം ഫുള്ള് തണുപ്പാണ്. ഉച്ചയ്ക്ക് ശേഷം പൊതുവെ നല്ല തണുപ്പ് കൂടാറുണ്ട്. റൂമിൽ നിന്നും ഞാനിപ്പോൾ നിൽക്കുന്ന ഷോപ്പിലേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം നടത്തുണ്ട്. നോമ്പായതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ഷീണം മുഖത്ത് ഇല്ലാതില്ല. ഇപ്പൊ സമയം കൃത്യം 4 മണി. 5:10 മഗ്‌രിബ് കൊടുക്കുന്നുണ്ട്. നോമ്പ് എങ്ങനെ തുറക്കുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ബാങ്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടായിക്കോളും, പ്രശ്നമല്ല. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത നമ്മളെ കേരള യാത്രയുടെ അവസാന ദിവസമാണ്. സുൽത്താനുൽ ഉലമയുടെ 2ാം കേരള യാത്രക്ക് വെള്ളിപ്പാന്റെ കൂടെ എപ്പോഴും പോയത് ഓർമ്മയുണ്ട്. ചെറിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും തൽക്കാലം ഇപ്പൊ ലൈവ് കാണാനല്ലേ മാർഗമുള്ളൂ. ബാങ്ക് കൊടുക്കാനായപ്പം അടുത്തൊരു ഫ്രൂട്ട്സ് ഷോപ്പ് പോയിട്ട് ഞാനൊരു ആപ്പിളും നാരങ്ങയും വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് നോമ്പ് കുറിക്കാൻ തുടങ്ങി. ഒരാപ്പിളും 3 നാരങ്ങയും കഴിച്ചപ്പോൾ എനിക്ക് റാഹത്തായിക്കണം കേട്ടോ, അൽഹംദുലില്ലാഹ്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പം അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളെ നാസർച്ച കടന്നു വരുന്നത്. കയ്യിൽ നല്ല ഷവായും കുബൂസൊക്കെ ഉണ്ടായിന്. അതും അടിച്ച് പഠിച്ചോനേതായാലും നമ്മളാരും കുഴക്കൊന്നുമില്ല, അത് ഉറപ്പാണ്. പിന്നെ നാസർച്ച നമ്മളെ നിഷ്കളങ്കനായ മനുഷ്യനാട്ടാ. ഇനിയിപ്പം നേരെ പോയി കിടന്നാൽ മതി എന്നാലേക്കുമ്പോഴാണ് നല്ലൊരു ആശ്വാസം. അപ്പം നോക്കെ വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.